നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സംഗീത ആസ്വാദകരെ 6 പതിറ്റാണ്ട് തന്റെ സ്വരം കൊണ്ട് പാട്ടിന്റെ നിർവൃതിയിലെ ആവണി തെന്നലാക്കി മാറ്റിയ പ്രിയ ഗായികയ്ക്ക് വിട നൽകാനൊരുങ്ങി രാജ്യം. മൈസൂരുവിൽ പ്രത്യേക ഒരുക്കങ്ങൾ നടക്കുകയാണ്. പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30 അപ്പോളോ BGS ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച എസ് ജാനകിയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 4 മണിവരെ മൈസൂരിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4:30 മൈസൂരിലെ കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകി അമ്മയുടെ അന്ത്യാഭിലാഷം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പ്രമുഖരാണ് എത്തുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജാനകിയമ്മ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ അവർക്ക് ലഭിച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ അത് നിരസിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തി ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായ എസ് ജാനകി വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ സ്വരമാധുര്യമാണ് നഷ്ടമാകുന്നത്. പകരക്കാരില്ലാത്ത അനശ്വര ഗാനത്തിന്റെ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. രമ്യ സനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ 20-ലധികം ഭാഷകളിലായി ഏകദേശം 48,000 ഗാനങ്ങൾ ആലപിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം പേരിൽ ഒരു അധ്യായം രചിച്ച ഗായികയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി അനേകം ഭാഷകളിൽ അവർ പാടിയ ഗാനങ്ങൾ തലമുറകളെ സംഗീതത്തിന്റെ മാന്ത്രിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വികാരങ്ങളുടെ സൂക്ഷ്മത സ്വരത്തിൽ പകർത്താനുള്ള അപൂർവമായ കഴിവായിരുന്നു ജാനകിയമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രണയവും വിരഹവും ഭക്തിയും നൊമ്പരവും സന്തോഷവും ഒരുപോലെ ആസ്വാദകരുടെ ഹൃദയങ്ങളിലെത്തിച്ച ഗായിക. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രണയവും വേർപിരിയലും ബാല്യവും ഓർമ്മകളും വീണ്ടും വീണ്ടും ജാനകിയമ്മയുടെ സ്വരമാധുര്യത്തിലൂടെ നമ്മൾ ആസ്വദിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദത്തോടെ പാടാൻ ജാനകിയമ്മയ്ക്കല്ലാതെ ആർക്കാണ് കഴിയുക? നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്ന എത്രയെത്ര ഗാനങ്ങളാണ് ജാനകിയമ്മ നമുക്ക് സമ്മാനിച്ചത്. എത്ര കേട്ടാലും ആസ്വാദനലഹരി കൂടിവരുന്ന മാന്ത്രികതയായിരുന്നു ആ നാദവിസ്മയത്തിന്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണ സ്വന്തമാക്കിയ എസ് ജാനകി നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ഒട്ടനവധി അംഗീകാരങ്ങളും നേടി. എസ് ജാനകിയുടെ വിയോഗത്തോടെ ഇന്ത്യൻ സംഗീത ലോകത്തിന് നഷ്ടമായത് ഒരു ഗായികയെ മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിത നിമിഷങ്ങൾക്ക് സംഗീതമായി കൂടെയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെയാണ്. ആ സ്വരം നിലച്ചാലും ആ ഗാനങ്ങൾ ഒരിക്കലും മരിക്കില്ല. സംഗീതം ജീവിക്കുന്നിടത്തോളം എസ് ജാനകിയും നമ്മുടെ ഹൃദയങ്ങളിൽ അനശ്വരമായി തുടരും. മലയാളിയുടെ പ്രിയ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. അത്യന്തം ലാളിത്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു എസ് ജാനകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരന്റെ വരദാനമുള്ളതുകൊണ്ടാണ് അവർക്ക് സംഗീത ലോകത്ത് ഇത്രയും വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചത്. വ്യക്തിപരമായി തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഗായിക കൂടിയാണ് ജാനകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വൈകിട്ട് 7:30 ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രദർശനം നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ആരും തന്നെ അനുഗമിക്കരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 8:30 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം സോപാനത്ത് കദളിക്കുലയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ദർശനം കഴിഞ്ഞ് കാര്യാലയ ഗണപതിയെ തൊഴുത് തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ കയർ കെട്ടിയിരുന്നു. തനിക്കുവേണ്ടി ഭക്തരെ തടയരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വരി കഴിയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ഭക്തരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് അവർക്കൊപ്പം ഫോട്ടോയ്ക്കും സെൽഫിക്കും പോസ്റ്റ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. കൊച്ചുകുട്ടികളോടൊപ്പം സെൽഫിയെടുത്തും ഭക്തർക്ക് കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് ഭക്തർ മുഖ്യമന്ത്രിയെ വരവേറ്റത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിരവധി പേർ നിവേദനങ്ങളുമായും എത്തിയിരുന്നു. രാത്രി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്.
ഗുരുവായൂർ കർണങ്കോട്ട് റെയിൽവേ ഗേറ്റിന് സമീപം വയോധികയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര സ്വദേശിനി 70 വയസ്സുള്ള സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ ഗേറ്റിന് സമീപത്തെ വാടക വീട്ടിലെ കിണറ്റിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ചയായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കഴുത്തിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. സുരേഷ് കുമാറും സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്ത് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിശദമായ അന്വേഷണത്തിന് ശേഷമേ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരം ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തുടർന്ന് രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5:30 മോൺസിഞ്ഞോർ ജോർജ് മനാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. തുടർന്ന് വർണ്ണമഴയും 1000 കദന വെടിയും ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഘവും ഉണ്ടായി. തുടർന്ന് 1000 കദന വഴിപാടും പെരുന്നാളിനെ മാറ്റേകി. ഞായറാഴ്ച ദർപ്പണ തിരുനാളിന്റെ ദിവസം രാവിലെ 6:30 ദിവ്യബലി, 10 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവ നടത്തി. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരുവാനും നേർച്ചകൂട്ട് പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 13 രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയും നടക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ ആൻഡോ സൗണ്ട് പാലയൂർ സ്പോൺസർ ചെയ്ത തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകം ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസിസ് ചൊവ്വലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് സിഒ, ഹൈസൺ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, സാജൻ EM, MJ ആന്റണി, ലിൻഡോ തോമസ് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഭ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം സ്നേഹാദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കേച്ചേരി അനുക പാലസിൽ നടന്ന പരിപാടി പ്രതിഭ കോളേജ് പ്രിൻസിപ്പൽ TA ഡെന്നി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PhD നേടിയ ഡോക്ടർ രാകേഷ് PR വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈസ്ന ജിംഷാദ്, പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജീസൺ മാസ്റ്റർ, അഖില പ്രസാദ്, സഞ്ജിത് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.